ടീജു സ്പീക്കിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശാഖം നക്ഷത്രം അവർക്ക് 2024 എങ്ങനെ എന്നുള്ളതാണ് ഇന്നിപ്പോ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അതിനു മുമ്പേ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. വിശാഖ നക്ഷത്രക്കാര് എന്ന് പറയുമ്പോൾ അവര് വൃശ്ചിക കൂറുകാരാണ്. വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഏറെക്കാലമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു വരികയാണ്. അപ്പോൾ 2024 അവർക്ക് പ്രയോജനപ്രദമാകുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. എന്നാൽ 2024 അവർക്ക് ദീർഘകാലമായി നടക്കാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കാനായിട്ട് സാധ്യതയുണ്ട്. നമുക്കറിയാം, ഇവരുടെ മൃഗം എന്ന് പറയുന്നത് ടൈഗറാണ്. അപ്പോൾ ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇവര് മറ്റ് ഉള്ളവരെ സഹായിക്കുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹായിക്കാനൊക്കെയുള്ള മനസ്സ് ഉള്ളവരാണ്. പക്ഷെ ഇവര് എന്തെങ്കിലും ആരിൽ നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർക്ക് എന്തെങ്കിലും മനസ്സിന് അല്ലെങ്കിൽ വേദന ആകുകയോ അല്ലെങ്കിൽ അന്ന് ഒന്നും ചെയ്തില്ല എന്നൊക്കെ ഓർത്ത് ഒരവസരം കിട്ടുമ്പോൾ അവര് പകരം അത് ചെയ്യുവാനൊക്കെ ആഗ്രഹിക്കുകയും അങ്ങനെ ചെയ്യുന്നവരും ഒക്കെയാണ്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇവര് ഒരുപാട് അധ്വാനികളാണെങ്കിലും ഇവരെ കൊണ്ട് ഇവരുടെ എന്താ പറയാ മറ്റ് അവരുമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പങ്കാളിക്കാണ് കൂടുതലും, അല്ലെങ്കിൽ പങ്കാളി കുടുംബത്തിനും ഒക്കെയാണ് അവരെ കൊണ്ട് ഏറെ പ്രയോജനം എന്ന് അവർക്ക് തോന്നിപ്പോകും. കാരണം അവർക്ക് അവരുടേതായ കാര്യങ്ങളിലൊന്നും ശരിക്കും പ്രയോജനപ്പെടുന്നില്ല എന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥയുമൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അത് മാറും. ശരിക്കും അവരുടെ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങളും കൂടെയൊക്കെ നോക്കുവാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ കണക്ക് എനിക്ക് മാത്രം, എൻ്റെ കാര്യങ്ങൾക്ക് മാത്രം ഒന്നും ആകുന്നില്ല എന്നൊക്കെയുള്ള ചില തോന്നലുകൾ ഉടലെടുക്കുവാനും അത് മനക്ലേശത്തിനും ഒക്കെ ഇടയാവാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിനെ നമ്മൾ ഒരു പാകപ്പെടുത്തി അങ്ങനെയല്ല എന്നൊക്കെ ചിന്തിച്ച് മനപ്രയാസം ഒക്കെ മാറ്റിയെടുക്കുവാൻ ശ്രമിക്കുക. പിന്നെ ഏറെക്കാലമായി ആഗ്രഹിച്ച ഒരു നല്ല ഉദ്യോഗം, അതുപോലെ തന്നെ പ്രമോഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. നമുക്കറിയാം, വിശാഖ നക്ഷത്രത്തിൽ നമുക്ക് ഒരു വളരെ പ്രധാനമായിട്ടുള്ള ഒരാളുടെ നക്ഷത്രമാണ് നമ്മുടെ മലയാള സിനിമയിലെ മെഗാസ്റ്റാർ മമ്മൂട്ടി. അദ്ദേഹത്തിന്റെ നാള് വിശാഖ നക്ഷത്രമാണ്. അപ്പോൾ വിശാഖ നക്ഷത്രക്കാർക്ക് ഗജകേശ്വരി യോഗം ഒക്കെ പറയുന്ന ഒരു നാളാണ്. കാരണം അത് പിന്നെ ഈ പറഞ്ഞ കണക്ക് എല്ലാവർക്കും നേടണമെന്നില്ല, ഓരോരുത്തരുടെ ഗ്രഹനില പ്രകാരം ഉള്ളതാണ്. എന്നിരുന്നാലും ഏറെക്കുറെ വളരെ സാമ്പത്തികമായിട്ടൊക്കെ തൊഴിൽപരമായിട്ടുമൊക്കെ അധ്വാനവും സമ്പാദ്യവും ഒക്കെ ധാരാളം വന്നു ചേരാനും ഒക്കെ ഉള്ള ഒരു നാള് തന്നെയാണ്. കാരണം നമുക്കറിയാലോ, ഇവരുടെ മൃഗം എന്ന് പറയുമ്പോൾ അത് ടൈഗറാണ്. അത് ആൺ ടൈഗറാണ്. ആൺ ടൈഗറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഗർജനം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ജീവിതത്തിലും. അതായത് ഒരു പവർ ഇവർക്ക് ഉള്ളതാണ്. ആ പവറിലൂടെ ഇവർക്ക് എന്തും നേടാൻ കഴിയും. കാരണം ഒരു ഇച്ഛാശക്തി, ഒരു കഴിവ് എല്ലാം ഇവർക്ക് ജന്മന ഉള്ള ഒരു കൂറുകാർ തന്നെയാണ് ഈ വൃശ്ചിക കൂറുകാർ എന്ന് പറയുന്നത്. അപ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ല. 2024 എങ്ങനെയെന്ന് ചോദിച്ചാൽ 2024 എന്നാൽ 2023 മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് ഏറെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായ ഒരു വർഷം തന്നെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവാം. പിന്നെ
ഈ പറഞ്ഞ കണക്ക് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ വേണം. അതിലൂടെ ഒക്കെ ഉള്ള ദോഷങ്ങൾ ഒക്കെ മാറ്റുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഈ രാശി പ്രകാരം നിങ്ങൾക്ക് വിഷ്ണുദേവനെ ഭജിക്കുന്നത് ഒക്കെ വളരെ നിങ്ങൾക്ക് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ കാര്യപ്രാപ്തിക്കൊക്കെ വളരെ നല്ലതായിരിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വർഷം വളരെ ഒരു നല്ല വർഷമായിട്ട് അനുഭവപ്പെടട്ടെ എന്ന് നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.